നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടെയിതാ. ഈയൾ താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ. നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടെയിതാ. ഈയൾ താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ. നമ്മുടെ ദൈവമിതാ. സൃഷ്ടിയായ മനുഷ്യന്റെ കൂടെ ആയിരിക്കുവാൻ ഒരു ദൈവമിതാ ഇറങ്ങി വന്നിരിക്കുന്നു. ഈ ലോകത്തിൽ വെച്ച് പീഡകൾ സഹിച്ച് മരിച്ചിട്ടും സ്നേഹിച്ച് കൊതി തീരാഞ്ഞിട്ട് അവനൊരപ്പമായി ഇന്ന് നിന്നോടൊപ്പം ഇരിക്കുക. നിന്റെ ഉള്ളിൽ വരാൻ ആഗ്രഹിച്ചുകൊണ്ട്, നിന്നോട് എന്നും ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരപ്പം. ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാണ്, ഒരിക്കലും മരിക്കാത്ത അപ്പം. ഈ ലോകത്തിൽ മനുഷ്യനായി പിറന്ന ദൈവകുമാരൻ മരണമടഞ്ഞ് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോയെങ്കിലും ഒരിക്കലും മരിക്കാത്ത ജീവൻ നൽകുന്ന അപ്പമായി അവൻ ഈ ലോകത്തിൽ തന്നെ നമ്മളോടൊപ്പമായിരിക്കുക. മാറി നിന്ന് കാണാനല്ല, നിന്റെ ഉള്ളിൽ വന്ന് വസിക്കുവാൻ, നീ ഭക്ഷിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് നിന്റെ മുമ്പിലിരിക്കുന്ന ഈ ദിവികാരുണ്യം. ജീവനുള്ളവനായവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഇന്നും എന്നോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്നവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ വസിക്കുവാൻ ആഗ്രഹിച്ച്, അപ്പമായി അവൻ്റെ ഉള്ളിൽ കയറി വസിക്കാൻ ആഗ്രഹിച്ച് അലിഞ്ഞില്ലാതായി തീരുന്ന വലിയ സത്യം, വലിയ സൗഭാഗ്യം, വിശ്വസിക്കാൻ പറ്റാത്ത വലിയ സ്നേഹം, അതാണ് ഈ ദിവികാരുണ്യം. നിന്നെ സ്വർഗത്തിലെത്തിക്കുവാൻ, പിശാചിനോടുള്ള യുദ്ധത്തിൽ നിന്നെ സഹായിക്കുവാൻ, നിന്റെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം. ആ ദൈവത്തെ പൂർണ്ണ മനസ്സോടുകൂടി നമുക്ക് ആരാധിക്കാം. ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. നിന്റെ മുമ്പിലിരിക്കുന്ന തിരുവോസ്തി ദൈവമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പാടാം. ഇത് തന്റെ ജനത്തോടൊപ്പം വസിക്കുവാൻ, നിന്റെ കൂടെ ആയിരിക്കുവാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ദൈവമാണ്. തന്റെ ജനത്തോടും കാട്ടിയോരുൾ പ്രിയം ഇന്നും തുടിക്കുന്നീ കൂദാശയിൽ. അവന്റെ സ്നേഹം തന്റെ തുടിക്കുന്ന ഹൃദയമാണ് ഈ തിരുവോസ്തിയിലായിരിക്കുക. ഇന്നും തുടിക്കുന്നീ കൂദാശയിൽ, ഇന്നും തുടിക്കുന്നീ കൂദാശയിൽ. നമ്മുടെ ദൈവമിതാ, നിന്റെ ദൈവം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന് നിനക്ക് കാണാവുന്ന രൂപത്തിൽ ഒരപ്പത്തിലായിരുന്നു കൊണ്ട്, നിന്റെ ഉദരത്തിന് ദഹിപ്പിക്കാനാവുന്ന ഒരപ്പത്തിലായിരുന്നു കൊണ്ട് നിന്നെ സ്നേഹിക്കുന്നു. ഈശോയെ, ഞാനും തിരിച്ച് നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാം. നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടെയിതാ. ഈയൾ താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ. നമ്മുടെ ദൈവമിതാ. ഒത്തിരിയേറെ സ്നേഹിക്കുന്ന കർത്താവേ, നിനക്ക് ആരാധന. ഒത്തിരിയേറെ ഞങ്ങളെ സ്നേഹിക്കുന്ന തമ്പുരാനെ, യോഗ്യത നോക്കാതെ ഞങ്ങളെ സ്നേഹിക്കുന്നവനെ നിനക്ക് ആരാധന. പരമപരിശുദ്ധനായിരിക്കുന്നവനെ നിനക്ക് ആരാധന. ഞങ്ങളോടൊപ്പം എന്നും വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദിവികാരുണ്യമേ നിനക്ക് ആരാധന. ഞങ്ങളെ സ്വർഗത്തിലെത്തിക്കുവാൻ വേണ്ടി, ജീവൻ നൽകുവാൻ വേണ്ടി അപ്പമായവനെ നിനക്ക് ആരാധന. സ്വർഗീയ ഭക്ഷണമായവനെ നിനക്ക് ആരാധന. കർത്താവേ, ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നവനെ, ഞങ്ങളുടെ ഉദരത്തിൽ വരുന്നവനെ, ഞങ്ങളുടെ ശരീരത്തിന്റെ ഭാഗമായി തീരുന്നവനെ, ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ കാരണമായി തീരുന്നവനെ നിനക്ക് ആരാധന. ആരാധന ദൈവമേ, നിന്നെ
നിന്നെ ശരിക്കും ഒന്ന് കാണാനുള്ള കണ്ണ് തരണമേ. ഈ ദിവ്യകാരണത്തിലായിരിക്കുന്നത് എന്റെ കർത്താവേ, നീ തന്നെയാണ് സത്യമായി ജീവിക്കുന്ന ദൈവമാണെന്ന് തിരിച്ചറിയുവാനുള്ള കണ്ണ് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരിച്ചറിവ് തരണമേ. എന്റെ പിതാവല്ലാതെ മറ്റാർക്കും ഇവനെ വെളിപ്പെടുത്താൻ അറിയില്ല. എന്റെ കർത്താവേ, നീ ആഗ്രഹിക്കാതെ നിന്നെ വെളിപ്പെട്ട് കിട്ടില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അവൻ ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തി, ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചു വെച്ചു. കർത്താവേ, നീ ആഗ്രഹിക്കാതെ ഞങ്ങൾക്കിത് വെളിപ്പെട്ട് കിട്ടില്ല. ഈ ദിവ്യകാരണ യഥാർത്ഥത്തിൽ ദൈവമാണെന്ന് കർത്താവേ, നീ ആഗ്രഹിക്കാതെ, നീ പറഞ്ഞു തരാറ് ഞങ്ങൾക്ക് മനസ്സിലാവില്ല. കർത്താവേ, നീ പറഞ്ഞു കൊടുത്തപ്പോ, നീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു എന്ന് പറഞ്ഞു കൊടുത്തപ്പോ സംഭവിച്ചത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. അതുവരെ കൂടെ നിന്നിരുന്ന ജനം മുഴുവൻ നിന്നെ വിട്ടുപിരിഞ്ഞു പോയി. ഒരിക്കലും നിന്റെ അടുത്തേക്ക് വരാതിരിക്കത്തക്ക വിധം നിന്നെ വിട്ടുപിരിഞ്ഞു പോയി. കർത്താവേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ, ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ. നിന്നെ കാണുവാനുള്ള കണ്ണ് തുറന്നു തരണമേ. തന്നെ തമ്പുരാനെ, നീ എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറന്നു കൊടുത്തപ്പോഴാ നിന്നെ അവർ തിരിച്ചറിഞ്ഞത്. അത്രയും നേരം നീ കൂടെ നടന്നിട്ട് നിന്നെ തിരിച്ചറിഞ്ഞില്ല. എന്നും എന്റെ ഉള്ളിൽ വസിക്കുന്ന നിന്നെ തിരിച്ചറിയുവാൻ കർത്താവേ എനിക്ക് പറ്റാതെ പോകുന്നു. സ്വർഗീയ ഗണങ്ങൾ മുഴുവൻ മുട്ടുമടക്കി ആരാധിക്കുന്ന നിന്റെ മുമ്പിൽ മുട്ടുമടക്കാൻ കർത്താവേ, നിന്നെ തിരിച്ചറിയാത്തത് കൊണ്ട് ഞാൻ മടിച്ചു പോവുകയാ. നല്ല തമ്പുരാനെ, എനിക്ക് തിരിച്ചറിയാനുള്ള കണ്ണ് തുറന്നു തരണമേ. എന്റെ ആത്മാവിന്റെ കണ്ണുകൾ തുറന്നു തരണമേ. നല്ല തമ്പുരാനെ, നിനക്ക് ആരാധന. എല്ലാ മലാഹമാരും ഈ ദിവ്യകാരണത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ആരാധന നടത്തുന്നുണ്ട്. ആ മലാഹമാരോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. ആരാധന, 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 ആരാധന. പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. പിരിയാ കഴിയില്ലെനിക്ക് ചേർത്ത് നിർത്തണേ. പ്രിയനേ എന്നേശുനാഥ. പിരിയാ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഈശോ നമ്മളോട് പറയുന്ന കാര്യം ഇപ്രകാരമാണ്: ഞാൻ വന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ഈശോ വെളിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുക. ഇന്ന് ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം ഇപ്രകാരമാണ്: ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ, ഒരിക്കലും മരിക്കാത്ത വിധത്തിൽ നീ ജീവിക്കാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഈശോ പറയുകയാണ്, ഈ അപ്പമാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മൾ ഒന്നുകൂടെ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ഈ അപ്പമായത് എന്തിനാണെന്നറിയാവോ? ഈ അപ്പമായത് എന്തിനാണെന്നറിയാവോ? ഇങ്ങനെ വെച്ച് ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല. നിന്റെ കൂടെ മനുഷ്യനായി നടന്ന തമ്പുരാൻ കർത്താവ് പീഡ സഹിച്ച് അവസാനത്തുള്ള ചോര ഒഴുക്കി നിനക്ക് വേണ്ടി മരിച്ച് ഉദ്ധാനം ചെയ്ത് സ്വർഗത്തിലിരുന്നിട്ടും ഇരിക്കപ്പുറതിയില്ല. എന്നിട്ട് അവൻ ഇവിടെ അപ്പമായിട്ട് വന്നത് ഇവിടെ ഇങ്ങനെ വെച്ച് ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല. എന്തിനാണെന്നറിയാവോ? മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഞാൻ. എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി. മനുഷ്യൻ ഭക്ഷിച്ചാലുള്ള ഗുണം എന്താണെന്ന് കർത്താവ് പറയും: ഈ അപ്പം ഭക്ഷിക്കുന്നവൻ ഒരു കാലത്തും മരിക്കുകയില്ല. അവിടെ കൊണ്ട് നിർത്തിയിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. കർത്താവ് പിന്നെയും പറയുകയാണ്, ഈ അപ്പം ഭക്ഷിക്കുന്നില്ല എങ്കിൽ നിനക്ക് നിത്യജീവൻ ഉണ്ടാവുകയില്ല. നിങ്ങൾ ഈ കണക്ഷൻ ഒന്ന് ഓർത്തെടുക്കേണ്ടതാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് ഞാൻ. ഈ അപ്പം എന്തിനു വേണ്ടിയിട്ടാണെന്ന് കർത്താവ് പറയുന്നു: ജീവൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. കർത്താവ് പറയുകയാണ്, ഈ അപ്പം ഭക്ഷിച്ചാൽ നീ മരിക്കുകയില്ല. മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ അപ്പം ഇറങ്ങി വന്നത്.
ഈ അപ്പം ഭക്ഷിച്ചാൽ നീ മരിക്കുകയില്ല, ഭക്ഷിച്ചില്ലെങ്കിൽ നിനക്ക് ജീവൻ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വളരെ പേടിയോടും വിറയലോടും കൂടെ സ്വീകരിക്കേണ്ട ഒന്നാണിത്. 2 കാരണങ്ങൾ നമുക്കുണ്ട്. എന്നാൽ പിന്നെ അയോഗ്യതയാണെങ്കിൽ ഭക്ഷിക്കാതിരുന്നാൽ പോരെ എന്ന് ചോദിച്ചാൽ, അയോഗ്യതയോടെ ഇത് ഭക്ഷിച്ചില്ല എങ്കിൽ നിനക്ക് ജീവൻ ഉണ്ടാവുകയില്ല, അത് നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ഇത് ഭക്ഷിച്ചേക്കാമെന്ന് വിചാരിച്ചാലോ, അയോഗ്യതയോടെ ഈ അപ്പം ഭക്ഷിച്ചാൽ അവൻ തന്നെ ശിക്ഷാവിധിയാണ് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത്, പേടിയോടും വിറയലോടും കൂടെ മാത്രം എന്നും സ്വീകരിക്കേണ്ട ഒന്നാണ് വിശുദ്ധ കുർബാനയാകുന്ന ഈ അപ്പം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഭക്ഷിച്ചെങ്കിലേ ജീവൻ ഉണ്ടാവുകയുള്ളൂ, ഭക്ഷിച്ചില്ലെങ്കിൽ ജീവൻ ഉണ്ടാവുകയില്ല. ഭക്ഷിക്കുമ്പോൾ യോഗ്യതയില്ല എങ്കിൽ അതും നാശത്തിന് കാരണമാകും. എന്ന് പറഞ്ഞാൽ ഒരേ സമയം നമ്മളെ സ്വർഗത്തിലെത്തിക്കാനും നരകത്തിലെത്തിക്കാനും ഈ വിശുദ്ധ കുർബാന മാത്രം സ്വീകരിച്ചാൽ മതി. ഇത് യോഗ്യതയോടെ നീ ഭക്ഷിച്ചാൽ ഇത് മാത്രം മതി നീ സ്വർഗത്തിലെത്താൻ. ഇത് അയോഗ്യതയോടെ സ്വീകരിച്ചാൽ ഇത് മാത്രം മതി നരകത്തിലെത്താൻ. അതുകൊണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടെ സ്വീകരിക്കണം. ഇത് എന്നും സ്വീകരിക്കണം എന്നതാണ് കർത്താവിൻ്റെ ആഗ്രഹം. കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യണം. വല്ലപ്പോഴും ഒക്കെ ഒരുമിച്ച് കൂടുമ്പോൾ ചെയ്യണം എന്നല്ല പറഞ്ഞത്. എപ്പോഴൊക്കെ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നോ അപ്പോഴൊക്കെ നിങ്ങളിത് ചെയ്യണം. കാരണം എന്താണെന്നറിയാവോ? ഇത് സ്വർഗത്തിൽ നീ എത്താൻ വേണ്ടി തമ്പുരാൻ കർത്താവ് സഹിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം പീഡ സഹിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു കുദാശ. ഈ വിശുദ്ധ കുർബാനയെ കുറിച്ച് പറയുന്നത്, പിതാവായ ദൈവം തമ്പുരാൻ നീ സ്വർഗത്തിലെത്താൻ വേണ്ടി നിനക്ക് തന്ന പാഥേയമാണ് വിശുദ്ധ കുർബാന എന്നാണ്. എന്താണ് പാഥേയം? പാഥേയം എന്ന് പറഞ്ഞാൽ പൊതിച്ചോറ്, വഴിച്ചോറ് എന്നാണ് അർത്ഥം. നീ പോകുന്ന വഴിയിൽ നീ തളർന്ന് വീഴാതിരിക്കാൻ, നിനക്ക് ആരോഗ്യമുണ്ടാകാൻ, നീ തകർന്നു പോവാതിരിക്കാൻ വേണ്ടി നിന്റെ സ്വർഗത്തിലെ സ്നേഹമുള്ള അപ്പൻ നിനക്ക് വേണ്ടി പൊതിഞ്ഞു കെട്ടി വെച്ച് തന്ന അപ്പമാണ് ഈ അപ്പം. എങ്ങനത്തെ അപ്പമാണെന്നറിയാവോ? ഈശോയുടെ ശരീരവും രക്തവും മുറിച്ച് തന്ന അപ്പമാണ് ഈ അപ്പം. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് കഴിച്ചില്ലെങ്കിൽ നീ മരിച്ചു പോകും. അതിന് കാരണം എന്നറിയാവോ? വിഷം കഴിച്ചിട്ട് പകരം അതിന് പ്രതിമരുന്ന് കഴിച്ചില്ലെങ്കിൽ തട്ടിപ്പോവുകയല്ലേ എന്ന് പറയുന്ന പോലെ തന്നെയാണ്. കർത്താവ് ആദ്യ സമയത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പഴം ഭക്ഷിച്ചാൽ നീ മരിക്കും, കാരണം അത് വിഷത്തിന് തുല്യമാണ്, നിനക്ക് നിത്യജീവൻ അതോടെ പോയി, നീ ഇത് ഭക്ഷിച്ചാൽ നീ മരിക്കും. അത് ഭക്ഷിച്ചു. വീണ്ടും വീണ്ടും നമ്മൾ അത് ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപമാകുന്ന ഫലം നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പാപമാകുന്ന ഈ വിഷം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രതിമരുന്ന് എന്താണെന്നറിയാവോ? തമ്പുരാൻ കർത്താവിൻ്റെ ശരീരവും അവൻ്റെ രക്തവും. ഇത് കഴിച്ചെങ്കിലേ നീ രക്ഷപ്പെടുകയുള്ളൂ, അല്ലാത്തടത്തോളം നീ മരണമടയും. കാരണം നീ പാപിയാണ്. പാപം ചെയ്തതിൻ്റെ ഫലമാണ് മരണം എന്ന് പറയുക. പറയുന്നതിൻ്റെ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് അച്ഛൻ കരുതിയാണ്. അത് മനസ്സിലാകാനുള്ള ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് അച്ഛൻ ഈ ഒരു കാര്യം മാത്രം ഇങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് പറയുക. കാരണം കർത്താവ് ഈശോമിശിഹ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാകാത്ത കാര്യമാണിത്. വിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ട് ആളുകൾക്ക് മനസ്സിലായില്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം മുഴുവൻ നീണ്ടു കിടക്കുന്ന ഒരു വലിയ പഠനമാണ് ഈ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള പഠനം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ്, എൻ്റെ ശരീരമാണിത്, എൻ്റെ രക്തമാണിത് എന്നൊക്കെ കർത്താവ് പറയുമ്പോൾ അത്രയും തീക്ഷ്ണതയോടെ അവൻ്റെ ചുറ്റും കൂടിയിരുന്ന 5000-ൽ കൂടുതലുള്ള ജനം മുഴുവൻ അവനെ വിട്ടുപിരിഞ്ഞു പോയി. ഈ വചനം കഠിനമാണ് എന്ന് പറഞ്ഞ് അവർ വിട്ടുപിരിഞ്ഞു പോയി. പിന്നീട് ഒരിക്കലും അവർ അവനെ അനുഗമിച്ചില്ല. പിന്നെ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവൂ. അതുകൊണ്ടാണ് അച്ഛൻ പ്രാർത്ഥിച്ച സമയത്ത് പ്രാർത്ഥിച്ചത്, കർത്താവേ നിന്നെ കാണാനുള്ള കണ്ണൊന്ന് തുറന്നു തരണേ. തമ്പുരാൻ കർത്താവ് വിചാരിക്കാതെ ഈ കാര്യം മാത്രം മനസ്സിലാവുകയല്ല. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ആളുകൾ പിറുപിറുക്കുമ്പോൾ കർത്താവ് പറയുന്ന കാര്യം ഇതാണ്, നിങ്ങൾ പേടിക്കണ്ട, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിട്ടല്ലാതെ ആർക്കും എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. ഇത് തമ്പുരാൻ കർത്താവാണെന്ന് തിരിച്ചറിയണമെങ്കിൽ പിതാവായ ദൈവം വിചാരിക്കണം, അല്ലാത്തടത്തോളം ആർക്കും മനസ്സിലാവുകയല്ല. അത് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഇത് തിരിച്ചറിയാനുള്ള കൃപ തരണേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. എങ്കിലേ ഇത് യോഗ്യതയോടെ നമ്മൾ സ്വീകരിക്കുകയുള്ളൂ. ഇത് യോഗ്യതയോടെ സ്വീകരിച്ചാൽ നീ സ്വർഗത്തിൽ പോകും. അതല്ല എങ്കിൽ നിന്റെ നാശത്തിനാണ് അത്. എൻ്റെ പ്രിയമുള്ളവരെ, അയോഗ്യതയോടെ ഇത് സ്വീകരിക്കാൻ ഇടവരുത്തരുതേ. അയോഗ്യതയോടെ ഇതൊരിക്കലും സ്വീകരിക്കരുതേ. കാരണം എന്താണെന്നറിയാവോ? ഈ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നതാണ്, അല്ലെങ്കിൽ നിന്റെ ദൈവമായ കർത്താവിനെ നേരിട്ട് അവഹേളിക്കുന്നതാണ് അയോഗ്യതയോടെയുള്ള വിശുദ്ധ കുർബാന സ്വീകരണം എന്ന് പറയുക.
അതുകൊണ്ടാണ് കർത്താവ് എത്ര പ്രാവശ്യം വേണമെങ്കിലും ആവർത്തിക്കാവുന്ന കൂദാശയായിട്ട് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ എടുത്ത് വെച്ചിരിക്കുക. നീ പാപം ചെയ്തു പോകും, ചിലപ്പോൾ നിന്റെ ബലഹീനതയാണ്. നിന്റെ ബലഹീനത കൊണ്ട് നീ ചിലപ്പോൾ പാപം ചെയ്തു പോകും. കർത്താവ് ഒരക്ഷരം കൊണ്ട് പോലും കുറ്റപ്പെടുത്താതെ വീണ്ടും 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 ആവർത്തിക്കാവുന്ന കൂദാശയായി വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാവോ? ഈ അപ്പം, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഈ അപ്പം നീ ഏറ്റവും യോഗ്യതയോടെ എന്നും സ്വീകരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കുന്നത് ഈ അപ്പം, ഈ വിശുദ്ധ കുർബാന, ഈ ദൈവത്തെ യോഗ്യതയോടെ നീ സ്വീകരിച്ച് സ്വർഗത്തിലെത്താനുള്ള മാർഗമാണ്. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും എപ്പോഴും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അയോഗ്യതയോടെ നീ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നീ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നറിയാവോ? യഥാർത്ഥത്തിൽ ബ്ലാക്ക് മാസിന് തുല്യമായ പ്രവൃത്തിയാണ്. അശുദ്ധമായ സ്ഥലത്തേക്ക് വിശുദ്ധ കുർബാനയാകുന്ന വിശുദ്ധ വസ്തുവിനെ എടുത്തു വെച്ച് അവഹേളിക്കുന്ന പ്രവൃത്തിയാണ് നീ ചെയ്യുക. അതുകൊണ്ട് വിശുദ്ധ കുമ്പസാരം നടത്തി യോഗ്യതയോടെ എത്ര പ്രാവശ്യം കുർബാന സ്വീകരിക്കാമോ അത്രയും പ്രാവശ്യം കുർബാന സ്വീകരിക്കണം. കാരണം നിന്റെ വഴി ഞെരുക്കമുള്ള വഴിയാണ്, നിന്റെ വഴി പ്രശ്നം പിടിച്ച വഴിയാണ്. നീ ഇതിൻ്റെ ഇടയ്ക്ക് തളർന്നു വീഴാനുള്ള സാധ്യതയുണ്ട്. മുള്ളുകൾ നിറഞ്ഞ വഴിയാണ്, ഞെരുക്കമുള്ള വഴിയാണ്. നീ തളർന്നു വീഴാനുള്ള സാധ്യത ഒത്തിരിയേറെ കൂടുതലാണ്. അതുകൊണ്ട് നീ തളർന്നു വീഴാതിരിക്കാൻ, തകർന്നു പോവാതിരിക്കാൻ നിന്റെ സ്നേഹമുള്ള അപ്പൻ പൊരിഞ്ഞു കെട്ടി തന്ന ഈ പൊതിച്ചോറ് നീ സ്വീകരിക്കണം. നീ കഴിച്ച വിഷത്തിന് പ്രതിവിധിയായി തമ്പുരാൻ കർത്താവ് ഒഴുക്കി തന്ന ചോര അത് നീ കുടിക്കണം. എങ്കിലേ നീ രക്ഷപ്പെടുകയുള്ളൂ. നമ്മൾ ഈശോയുടെ ഒരു പ്രതീകം പോലെ ഒരു പക്ഷിയുടെ ചിത്രം നമ്മൾ കണ്ടിട്ടില്ലേ? ഒരു പക്ഷിയുടെ ചങ്കിനകത്ത് ഇങ്ങനെ കുത്തിയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചോര കൊടുക്കുന്ന ഒരു ചിത്രം. ആ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ആ കുഞ്ഞുങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ആ ചോര വേണം, എങ്കിലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ തള്ളപ്പക്ഷി ഇത് കുത്തി, ഇതിൻ്റെ ചങ്കിൽ നിന്ന് ചോര കുത്തി ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ട് ഈ പക്ഷി മരിക്കും. അതാണ് ഇതിൻ്റെ ചരിത്രം. എൻ്റെ പ്രിയമുള്ളവരെ, തമ്പുരാൻ കർത്താവ് നീ കഴിച്ച വിഷത്തിന് പ്രതിവിധിയായിട്ട് തമ്പുരാൻ കർത്താവ് ഒരുക്കി വെച്ചത് അവൻ്റെ ചോരയാ. അത് നീ വേണ്ട എന്ന് പറഞ്ഞ് മരിച്ചാൽ എൻ്റെ പ്രിയമുള്ളവരെ, തമ്പുരാൻ ഇതിനപ്പുറത്തേക്ക് എന്ത് തരാൻ പറ്റും? ഈ പക്ഷി കൊത്തി കൊത്തി ചോര കൊടുത്തിട്ട് അത് വേണ്ട സ്വീകരിക്കാതിരുന്നാൽ ആ കുഞ്ഞുങ്ങൾ മരിച്ചു പോകും, ഈ തള്ളപ്പക്ഷി മരിച്ചു പോകും, അല്ലേ? അത് കൊത്തി കൊടുത്തിട്ടും അവൻ ചങ്ക് കീറി ചോര തന്നിട്ടും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കരുത്. വിശുദ്ധ കുർബാന സ്വീകരിക്കാതെ നിൽക്കരുത്. ഈ വിശുദ്ധ കുർബാന കാണാൻ വേണ്ടിയിട്ടുള്ളതല്ല. ഈ വിശുദ്ധ കുർബാന ഇങ്ങനെ നിന്ന് ആരാധിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല. തീർച്ചയായും നമ്മുടെ ഇടയിൽ ഈ വിശുദ്ധ കുർബാന ഉണ്ടെങ്കിൽ അവനെ ആരാധിക്കണം, കാരണം അവൻ ദൈവം തന്നെയാണ്. പക്ഷെ ഇതല്ല കർത്താവിൻ്റെ ഉദ്ദേശം. ഇത് നിന്റെ ഉള്ളിൽ വരാൻ വേണ്ടി, നീ സ്വീകരിക്കാൻ വേണ്ടി, നീ ഭക്ഷിക്കാൻ വേണ്ടി അവൻ തന്നതാണ്. അത് നീ മനസ്സിലാക്കണം. അത് യോഗ്യതയോടെ ആയിരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ യോഗ്യതയോടെ സ്വീകരിക്കാനുള്ള ഒരുക്കമാണ് ഈ പറയുന്ന കൂദാശ, കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ. ഏറ്റവും യോഗ്യതയോടെ ആവർത്തിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാവാം. നിന്റെ കൂടെ ജീവിക്കുന്നവനാണ് ഇവൻ എന്നുള്ള ബോധ്യം ഉണ്ടാവണം. തമ്പുരാൻ ഇതിന് നൽകുന്ന ഒരു വലിയ വാഗ്ദാനം എന്താണെന്നറിയാവോ? ഇതിന് നൽകുന്ന വലിയ വാഗ്ദാനം, നീ ഇത് സ്വീകരിക്കുമ്പോൾ നീ എന്നിലും ഞാൻ നിന്നിലുമാകും. നീ എന്നിലും ഞാൻ നിന്നിലുമാകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കണം. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ വരുന്നു എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കും. ഈ കുർബാന സ്വീകരിക്കുമ്പോൾ നിന്നെ കർത്താവ് വിഴുങ്ങുക, നീ കർത്താവിൻ്റെ ഉള്ളിലും കൂടെയാണ് ആയിത്തീരുക എന്ന് പറഞ്ഞാൽ അവനെ സമീപിച്ചവരെ അവൻ ദൈവമാണെന്ന് വിളിച്ചു എന്ന് പറയും, ദൈവങ്ങൾ എന്ന് വിളിച്ചു എന്ന് പറയുന്നത് പോലെയാണ്. ഈ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതോടെ നമ്മൾ ഈശോ ആയിത്തീരുകയാണ്. ഈശോയ്ക്ക് കിട്ടുന്ന സർവ്വ പ്രൊട്ടക്ഷനും ഒരു ദൈവപുത്ര സ്ഥാനത്തേക്ക് നമ്മളെ മാറ്റി എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ്. ഈ വിശുദ്ധ കുർബാന നമ്മൾ യോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ വെറും മനുഷ്യൻ, സൃഷ്ടിയായ നമ്മൾ ദൈവപുത്രന്റെ സ്ഥാനത്തേക്ക് മാറ്റപ്പെടുക. കാരണം നിന്റെ ഉള്ളിൽ കർത്താവും കർത്താവിൻ്റെ ഉള്ളിൽ നീയുമായിട്ട് മാറുന്നു. നീ ദൈവപുത്രനായിട്ട് മാറുന്നു. ഇതല്ലാതെ വേറൊരു വഴിയില്ല. അതിന് നിനക്ക് ദൈവപുത്രനാകാൻ ഇതല്ലാതെ മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് യോഗ്യതയോടെ വിശുദ്ധ കുർബാന വളരെ തീക്ഷ്ണതയോടെ സ്വീകരിക്കാനായിട്ട് സാധിക്കണം. വിശുദ്ധ കുമ്പസാരം നടത്തി ഏറ്റവും യോഗ്യത നേടി വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ നമുക്ക് ഇടയാവട്ടെ. ഇത് ശരിക്കും ദൈവമാണെന്ന് തിരിച്ചറിയണമെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കണ്ണ് തുറന്നാൽ പോരാ, നമ്മുടെ വെറുമുള്ളിൽ കണ്ണ് തുറന്നാൽ പോരാ, തമ്പുരാൻ കർത്താവ് തുറന്നു തരണം. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ കൂടെ ഒരു ദിവസം മുഴുവൻ നടന്നവരാ. ഒരു ദിവസം മുഴുവൻ അവൻ്റെ കൂടെ നടന്ന് അവൻ്റെ വചനം കേട്ടവരാ. അവരുടെ ഹൃദയം കത്തി ജ്വലിച്ചിരുന്നവരാണ്. പക്ഷേ അവിടെ ചെന്ന് കർത്താവ് അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവൻ അവരുടെ കണ്ണുകൾ തുറന്നു കൊടുത്തു. അപ്പം മുറിച്ചപ്പോൾ തന്നെത്താനെ തുറന്നതല്ല,
അപ്പം മുറിച്ചു കൊടുത്തപ്പോൾ അവൻ അവരുടെ കണ്ണുകൾ തുറന്നു കൊടുത്തു. അപ്പോൾ അവർക്ക് തിരിച്ചറിവുണ്ടായി ഇത് ശരിക്കും ഈശോയായിരുന്നുവെന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും അപ്പം ഇവിടെ മുറിക്കുന്നുണ്ട്. പക്ഷേ അപ്പം മുറിക്കുമ്പോൾ നിന്റെ കണ്ണ് കർത്താവ് തുറന്നു തന്നെങ്കിൽ നിനക്കിത് മനസ്സിലാവുകയുള്ളൂ ഇത് കർത്താവാണെന്ന്. അല്ലെങ്കിൽ നീ എന്നും നാവ് നീട്ടി ഇതിനെ സ്വീകരിക്കും. ഒരു യോഗ്യതയും ഇല്ലെങ്കിൽ നീ ഇതിനെ സ്വീകരിക്കും. കാരണം ഇത് വെറും അപ്പമാണെന്നാണ് നമ്മുടെ വിചാരം. ആദ്യമായിട്ട് വിശുദ്ധ കുർബാന സ്വീകരിച്ചത് യൂദാസാ. കർത്താവ് ആദ്യം അപ്പം മുറിച്ച് കൊടുത്തത് യൂദാസിനാണ്. പക്ഷേ അവൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത് കർത്താവല്ല, പിശാചായിരുന്നു. അവനെ നശിപ്പിക്കുന്ന പിശാചായിരുന്നു അവൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയത്. അപ്പോൾ ഇരുട്ടായിരുന്നു പുറത്ത് മുഴുവൻ. എൻ്റെ പ്രിയമുള്ളവരെ, ഇത് യോഗ്യതയോടെ സ്വീകരിക്കണം. ഇത് യോഗ്യതയോടെ സ്വീകരിക്കണമെങ്കിൽ ആദ്യം ഉൾക്കണ്ണ് തുറന്നു തരാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കണം. എൻ്റെ കർത്താവേ, ഇത് നീയാണെന്ന് തിരിച്ചറിയാനുള്ള കണ്ണ് എനിക്ക് തുറന്നു തരണേ തമ്പുരാനെ എന്ന് പ്രാർത്ഥിക്കണം. തമ്പുരാൻ ആഗ്രഹിക്കാതെ തുറന്നു തരില്ല. തമ്പുരാൻ ആഗ്രഹിക്കണമെങ്കിൽ നീ അവൻ്റെ ആകർഷണ വലയത്തിനുള്ളിൽ പെടണം. അതെങ്ങനെയാണെന്നറിയാവോ? നീ തമ്പുരാനോട് പറയണം, എന്നെ പെടുത്തണേ എന്ന്. എന്നെ നിന്റെ ആകർഷണ വലയത്തിൽ പെടുത്തണേ എന്ന് നീ പറയണം. എങ്കിലേ അവൻ ആകർഷണ വലയത്തിൽ പെടുത്താൻ പറ്റുള്ളൂ. ആകർഷണ വലയത്തിൽ പെട്ടാൽ നീ രക്ഷപ്പെട്ടു. ആകർഷണ വലയത്തിൽ പെട്ടാൽ നീ രക്ഷപ്പെട്ടു. അതുകൊണ്ട് ആദ്യത്തെ സ്റ്റെപ്പ് നീ വെച്ചാൽ മതി. ബാക്കി എല്ലാ സ്റ്റെപ്പും വെക്കുന്നത് തമ്പുരാൻ കർത്താവാ. നീ ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്: എൻ്റെ കർത്താവേ, എൻ്റെ ഉൾക്കണ്ണ് ഒന്ന് തുറന്നു തരണേ. എൻ്റെ കർത്താവേ, എൻ്റെ ഉൾക്കണ്ണ് തുറന്നു തരണേ. നിന്നെ ഒന്ന് കാണാനുള്ള കഴിവ് തരണേ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചാൽ മതി. നമുക്ക് തമ്പുരാൻ്റെ തിരുമുമ്പാകെ, ഈ ദിവ്യഗാനത്തിൻ്റെ തിരുമുമ്പാകെ നമ്മുടെ വിശ്വാസക്കുറവിനെ ഏറ്റുപറയാം. നമ്മുടെ കാഴ്ചയുടെ മറവിനെ ഏറ്റുപറയാം. എൻ്റെ കർത്താവേ, നിന്നെ കാണാനുള്ള കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങളുടെ കണ്ണുകൾ തുറന്നു തരണേ. തമ്പുരാൻ്റെ തിരുമുമ്പാകെ നമ്മുടെ എല്ലാ പുറമെയുള്ള കാഴ്ചകളും ഒന്ന് മറച്ചിട്ട് കർത്താവിനെ നമുക്ക് ഉൾക്കണ്ണിലൊന്ന് കാണാൻ ശ്രമിക്കാം. കണ്ണുകൾ നമുക്ക് അടച്ചു പിടിക്കാം. തിരുക്കുമാറിൻ്റെ മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ദിവ്യഗാനത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൽ കർത്താവ് കണ്ണ് തുറന്നു തന്നാലേ എനിക്കിത് കാണാൻ പറ്റുള്ളൂ. എൻ്റെ കർത്താവെ, എൻ്റെ പുറമേയുള്ള എല്ലാ കാഴ്ചകളും മാറ്റിയിട്ട് ദിവ്യകാരണത്തിൽ എഴുന്നള്ളിയിരിക്കുന്നത് നീയാണെന്നുള്ള ബോധ്യം എനിക്ക് തരണേ തമ്പുരാനെ. വിശുദ്ധ കുർബാനയാകുന്ന അപ്പം നിന്റെ ശരീരവും രക്തവുമാണെന്നുള്ള ബോധ്യം തരണേ തമ്പുരാനെ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത് നിനക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് എന്നോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതിയാണെന്ന് എനിക്ക് മനസ്സിലാക്കി തരണേ. എൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയിൽ പിശാചിനെ തകർത്ത് കളയാതിരിക്കുവാൻ, എനിക്ക് ആരോഗ്യം കിട്ടാൻ വേണ്ടി കർത്താവേ, നിന്റെ ശരീരവും രക്തവും മുറിച്ചു തന്നതാണ് ഈ അപ്പമെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാന് തിരുമുമ്പാകെ ഞാൻ കഴിച്ച വിഷത്തിന് പ്രതിവിധിയായി തമ്പുരാൻ തൻ്റെ ചങ്കിലെ ചോര എൻ്റെ വായിലേക്ക് ഇറ്റിച്ചു തരുന്നതാണ് ഈ വിശുദ്ധ കുർബാന എന്ന തിരിച്ചറിവ് എനിക്ക് തരണേ എന്ന് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. എൻ്റെ നല്ല തമ്പുരാനെ, എൻ്റെ കണ്ണുകൾ നീ തുറന്നു തരണേ. വിശുദ്ധ കുർബാനയാകുന്ന ഈ അപ്പത്തെ നീ എനിക്കൊന്ന് മനസ്സിലാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കണ്ണുകൾ നമുക്ക് ഈ സമയം തുറക്കാം. കർത്താവേ, ഈ തിരുസന്നിധിയിൽ ഈ തിരുവോസ്തിയിലേക്ക് നമുക്ക് നോക്കാം. എൻ്റെ കർത്താവേ, ഈ തിരുവോസ്തിയിൽ നിന്റെ മുഖദർശനം എനിക്ക് കാണിച്ചു തരണമേ. നീയാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് തരണമേ. എൻ്റെ കണ്ണുകൾ നീ തുറന്നു തരണമേ. ഞാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, നിന്റെ പിതാവിൻ്റെ ആകർഷണ വലയത്തിൽ പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിതാവ് ആഗ്രഹിക്കാത്ത ആർക്കും ഇത് വെളിപ്പെട്ട് കിട്ടിയില്ല എന്ന് ഞാൻ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. തമ്പുരാനെ, എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നല്ല വിശുദ്ധ കുർബാന, നിന്റെ ദിവ്യകാരുണ്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ നല്ല തമ്പുരാനെ, എൻ്റെ കണ്ണുകൾ തുറന്നു തരണമേ. നിന്റെ പാദത്തിലേക്ക് എൻ്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കാനുള്ള കൃപ തരണമേ. ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക്, അഗാധമായ ഈ കാരുണ്യത്തിൻ്റെ മുമ്പിലേക്ക് കർത്താവേ, എൻ്റെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. കുർബാനതൻ രഹസ്യം പഠിപ്പിക്കൂ യേശുനാഥ. കുർബാനയിൽ നോക്കി ഞാനെൻ ജീവിതം ആസ്വദിക്കും. കുർബാനതൻ രഹസ്യം പഠിപ്പിക്കൂ യേശുനാഥ. നീ പഠിപ്പിക്കാതെ വിശുദ്ധ കുർബാന എനിക്ക് മനസ്സിലാക്കാനാവില്ല. എന്റെ ജീവിതത്തെ ഈ കുർബാനയിലേക്ക് കെട്ടപ്പെട്ട് ജീവിക്കുവാനുള്ള കൃപ തരണമേ. ജീവിതം സമർപ്പിക്കൂ. കുരിശിലെ ബലിപീഠത്തോട് എന്നെ നീ ചേർത്ത് പിടിക്കണമെന്നു നല്ല തമ്പുരാനെ. നീ കുരിശിൽ പീഡ സഹിച്ചുണ്ടാക്കി ഈ വിശുദ്ധ കുർബാനയിലേക്ക് കുരിശിനോട് എന്റെ ജീവിതത്തെ ചേർത്ത് വെക്കണേ. ജീവിതം സമർപ്പിക്കൂ.
കുരിശിലെ നാഥന്റെ ക്ഷണമിന്നു കാതുകളിൽ. കുരിശിൽ പീഡ സഹിച്ച കർത്താവ് നിന്നെ ക്ഷണിക്കുന്നത് അവന്റെ പീഡാസഹനത്തിന്റെ യോഗ്യത നീ സ്വീകരിക്കാൻ. ജീവിതം എടുക്കണേ, വാഴ്ത്തണേ, മുറിക്കണമേ. ഞാനിതാ തരുന്നെന്റെ ജീവിതം, എടുക്കണേ, വാഴ്ത്തണേ, മുറിക്കണമേ. ഈശോ, എൻ്റെ ജീവിതത്തെ നിന്റെ കുരിശോടൊന്ന് കെട്ടിച്ച് ചേർക്കണമേ, ഒന്ന് കെട്ടിച്ചേർത്ത് വെക്കണമേ. എൻ്റെ ജീവിതത്തെയും നിന്റെ തിരുമുമ്പാകെ ഞാൻ സമർപ്പിക്കുന്നു. വിശുദ്ധ കുർബാനയാകുന്ന അപ്പം മുറിക്കപ്പെടുന്നത് പോലെ, കുരിശിൽ നീ പീഡ സഹിച്ച് മുറിവേറ്റതുപോലെ എൻ്റെ ജീവിതത്തെയും നീ മുറിച്ചുകൊള്ളൂ. നീ എന്നെ ചേർത്ത് പിടിച്ചാൽ മതി തമ്പുരാനെ. ആത്മാർത്ഥതയോടെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ വിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെച്ച്, എനിക്ക് വേണ്ടി മുറിയപ്പെട്ട കർത്താവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ജീവിതം ആസ്വദിക്കുവാനായിട്ട് കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിന്റെ സഹനങ്ങൾ പോലും, നിന്റെ ജീവിതത്തിലെ സഹനങ്ങൾ പോലും വിശുദ്ധ കുർബാനയോട് നീ ഒന്ന് ചേർത്ത് വെച്ചാൽ അത് ആസ്വദിക്കാൻ പറ്റുന്ന പരുവത്തിൽ അവൻ ആക്കിത്തരും. കാരണം നിന്നോട് കൂടെ അവനുണ്ട്, നീ അവനിലും അവൻ നിന്നിലുമാണ്. വിശുദ്ധ കുർബാന നീ യോഗ്യതയോടെ സ്വീകരിക്കുമ്പോൾ നിന്റെ പ്രശ്നങ്ങൾ അവൻ്റെ പ്രശ്നങ്ങളാണ്, അവൻ്റെ സഹായം, അവൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം നിന്റെ സൗഭാഗ്യങ്ങളുമാണ്. നല്ല തമ്പുരാനെ, ഇപ്രകാരം എൻ്റെ ജീവിതത്തെ മുഴുവൻ നിന്നോട് ചേർത്ത് വെച്ച് വിശുദ്ധ കുർബാനയിലേക്ക് ചേർത്ത് വെച്ച് ജീവിക്കുവാൻ, നിന്നോട് പറ്റുചേർന്ന് ജീവിക്കുവാൻ, നിന്നെ എൻ്റെ ഉള്ളിലും ഞാൻ നിന്റെ ഉള്ളിലുമാക്കി ജീവിക്കുവാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഞാനിതാ തരുന്നെന്റെ ജീവിതം, എടുക്കണേ, വാഴ്ത്തണേ, മുറിക്കണമേ. ഞാനിതാ തരുന്നെന്റെ ജീവിതം, എടുക്കണേ, വാഴ്ത്തണേ, മുറിക്കണമേ. നമ്മുടെ ജീവിതത്തെ കർത്താവിൻ്റെ കാൽക്കലേക്ക് കൊടുത്തിട്ട് വിശുദ്ധ കുർബാന യോഗ്യതയോടെ സ്വീകരിക്കുവാനുള്ള യോഗ്യത എനിക്ക് തരണമേ. ഞാൻ പാപം ചെയ്തു പോയെങ്കിൽ പശ്ചാത്തപിച്ച് വിശുദ്ധ കുംഭസാരം സ്വീകരിക്കുവാനുള്ള ധൈര്യം തരണമേ. വിശുദ്ധ കുംഭസാരം സ്വീകരിച്ച് യോഗ്യതയോടെ ആവുന്നിടത്തോളം പ്രാവശ്യം വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എനിക്ക് ഇടവരുത്തണമേ. നല്ല തമ്പുരാനെ, ഇന്ന് എനിക്ക് വിശുദ്ധ കുർബാന നേരെ സ്വീകരിക്കാനുള്ള അവസരങ്ങൾ പലതും ഇല്ലാതായി പോവുകയാ. കിട്ടിയ അവസരങ്ങളൊന്നും ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പോൾ എനിക്ക് കിട്ടാതെയാവുന്ന അവസരം വരുന്നു. നല്ല തമ്പുരാനെ, വിശുദ്ധ കുർബാന എന്ന് യോഗ്യതയോടെ സ്വീകരിക്കാനുള്ള കൃപ എനിക്ക് തരണമേ. അവസരങ്ങളിൽ ലോകത്തിന് മുമ്പിൽ ഒഴുക്കണമേ. നല്ല തമ്പുരാനെ, നീ വിചാരിച്ചാൽ എല്ലാം മാറിപ്പോവും, എല്ലാ തടസ്സങ്ങളും മാറിപ്പോവും. നല്ല തമ്പുരാനെ, ഈ ലോകത്തെ അനുഗ്രഹിക്കണമേ. എനിക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള യോഗ്യത തരണമേ, അതിനുള്ള കണ്ണ് തരണമേ. നല്ല തമ്പുരാനെ, നിന്നെ വിശ്വസിക്കുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ്റെ ആശീർവാദത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എനിക്കാ ചിന്തിയ ചോരയിതാ, എനിക്കാ ചിതറിയ മാംസമിതാ, എനിക്കാ ചിന്തിയ ചോരയിതാ, എനിക്കാ
ചിതറിയ മാംസമിതാ കാണുന്നു ഞാൻ യേശുവിനെ, കാണുന്നു ഞാൻ യേശുവിനെ, കാണുന്നു ഞാൻ യേശുവിനെ, കാണുന്നു ഞാൻ യേശുവിനെ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.